യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അങ്ങ് പറഞ്ഞാ പോരായിരുന്നോ? കൃഷ്ണനും വൈദേഹി മേഡവും ചെന്നപ്പോ ആ ചെക്കൻ അത് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ അപ്പൊ തന്നെ അവരവളെ കൊണ്ടുവന്നേനെ. ഓരോരുത്തര് ചെയ്തു വയ്ക്കുന്ന പണികൾ ഉണ്ടാക്കുന്ന മനസ്സുമുട്ടുകള് ഇതൊക്കെയാ. ഡോക്ടർ സത്യം പറയാതിരുന്നതിന് അതിന്റേതായ കാരണങ്ങളുണ്ടാവും അച്ഛമ്മ. പറയരുതെന്ന് വൈഗമ്മയുടെ വാശി പിടിച്ചിട്ടുണ്ടാവും. അപ്പൊ പിന്നെ ഡോക്ടർക്ക് വേറെ വഴിയില്ലല്ലോ. നീ ഈ പറഞ്ഞതിലൊന്നും ഇല്ലടി മോളെ. ഒരാളെ തിരക്കി ആ വീട്ടിൽ ചെന്ന് കയറി ഇവരുടെ സങ്കടവും പേടിയൊക്കെ ഡോക്ടർ മനസ്സിലാക്കണമായിരുന്നു. ആ പയ്യൻ പഠിപ്പുള്ള ആളല്ലേ, വകതിരിവുള്ള ഒരു ഡോക്ടറല്ലേ. എത്രത്തോളം വിഷമിച്ചിട്ടായിരിക്കും വൈദേഹിമാട് അവിടേക്ക് ഓടിച്ചെന്നത്. അപ്പൊ തിരക്കി ചെന്ന ആളെ ഒളിപ്പിച്ചു വെച്ചിട്ട് അവരെ വെറും കൈയോടെ പറഞ്ഞു വിടുകയാണോ വേണ്ടത്? ഇതിപ്പോ സുന്ദരിമോൾ അവിടെ ചെന്നതുകൊണ്ടും വൈകിയെ കണ്ടതുകൊണ്ടും സത്യം എല്ലാവരും അറിഞ്ഞു. അല്ലെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? വൈക ഡോക്ടറുടെ വീട്ടിലിരിക്കും, ബാക്കിയുള്ളവരോ ഉള്ളു നീറി ഈ ലോകം മുഴുവൻ വൈകിയെ അന്വേഷിച്ച് നടക്കുകയും ചെയ്യും. ശരിയല്ലേ? എന്തൊരു സങ്കടമായി പോയേനെ അത്. എത്രത്തോളം മനോവേദനയായി പോയേനെ. അമ്മ പറയുന്നത് ശരിയാ. പക്ഷേ ആ മാനസികാവസ്ഥയിൽ ഇരിക്കുന്ന വൈക ഡോക്ടറോട് പറയല്ലേന്നായിരിക്കും ആവശ്യപ്പെടുക. ഭീഷണിപ്പെടുത്തി കാണും. വൈക എല്ലാവരെയും ശത്രുക്കളായി പ്രഖ്യാപിച്ചിട്ടല്ലേ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. ചത്തുകളയെന്നൊക്കെ പറഞ്ഞാ പിന്നെ ഡോക്ടർക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? ഹാ, അതെന്തെങ്കിലും ആവട്ടെ. അവളെയും കുഞ്ഞിനെയും തിരികെ കിട്ടിയല്ലോ. ഇനി എങ്ങനെയെങ്കിലും അതിനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് സമാധാനായിട്ട് ഇരിക്കാൻ നോക്ക്. അല്ല മാലിനി, സുന്ദരി ഇങ്ങോട്ട് തന്നെ വരുന്നു എന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ. അതോ വീണ്ടും തിരിച്ച് ശ്രീകാന്തിന്റെ വീട്ടിലേക്ക് എന്നെ പോയി കാണുമോ? മോനെ സിദ്ധു, നീ സുന്ദരി എങ്ങാനും കണ്ടായിരുന്നോ? സുന്ദരിയെ കണ്ടില്ല, പക്ഷെ കുറെ നേരം മുന്നേ എന്നെ വിളിച്ചിരുന്നു. കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. എന്താ? ഒന്നും പറയണ്ട, ഇവിടെ ആകെ ബഹളമായിരുന്നു. ആ, എന്തായാലും ഇതിനെല്ലാം ഒരു അവസാനം ഉണ്ടായാലേ പറ്റൂ. നന്നായി അങ്ങ് കരുതിയാ മതി. കാർത്തികിന്റെ കാര്യത്തിലും ഇതോടുകൂടി ഒരു തീരുമാനമാവും. പക്ഷെ ഈ വൈഗ മാഡം കുഞ്ഞ് എവിടെ പോയെന്ന് അറിയാൻ വയ്യാത്തത്. സുന്ദരി ഇത് പറഞ്ഞില്ലേ സിദ്ധു? വൈകയും കുഞ്ഞിനെയും കിട്ടി. നമ്മുടെ ഡോക്ടർ ശ്രീകാന്ത് ഇല്ലേ, അയാളുടെ വീട്ടിലുണ്ടായിരുന്നു. വൈഗ മാഡം ഡോക്ടറിന്റെ വീട്ടിലൊന്നുമില്ല. ഉണ്ടെന്നേ, സുന്ദരി ചേച്ചി കണ്ടതല്ലേ. അതറിഞ്ഞ അച്ഛനും വൈദേഹി മേഡം കൂടെ ഡോക്ടറെ വീട്ടിലേക്ക് പോയിരിക്കുവാ. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കൃഷ്ണൻ അങ്കിളിനെയും വൈദേഹി മാഡത്തെ കണ്ടായിരുന്നു. അവരിപ്പോ പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കുക. പോലീസ് സ്റ്റേഷനിലേക്കോ? എന്തിന്? അങ്കിളും വൈദേഹി മാഡം കൂടി ഡോക്ടറിന്റെ വീട്ടിലെത്തിയപ്പോ വൈഗ മാഡം അവിടെ ഇല്ലായിരുന്നു. വൈഗ അവിടെ നിന്ന് എവിടെ പോയി? ഡോക്ടർ പുറത്തെവിടെ പോയ നേരത്തിന് വൈഗ മാഡം ഒരു കത്ത് എഴുതി വെച്ച് കുഞ്ഞുമായി എങ്ങോട്ടൊന്നില്ലാതെ ഇറങ്ങിപ്പോയി. ആ കത്തിലെ വാചകങ്ങൾ വായിച്ചിട്ട് ജീവിതം തന്നെ അവസാനിപ്പിക്കാനുള്ള തീരുമാനമാണെന്ന് തോന്നുന്നെന്നാ കൃഷ്ണനങ്ങൾ പറഞ്ഞത്. ഒരുപക്ഷെ അവൾ അവിടെ ഉണ്ടെന്നുള്ള വിവരം നമ്മൾ അറിഞ്ഞത് കാരണം ഇറങ്ങിപ്പോയതായിരിക്കും. പോലീസിൽ പരാതിപ്പെടുത്താൻ ആന്റി, അത് തന്നെയാ ശരിയായ തീരുമാനം. ഇത്രയും വലിയൊരു സിറ്റിയില് നമ്മളായിട്ട് നടത്തുന്ന അന്വേഷണമൊന്നും ഫലം കാണില്ല. കണ്ടുപിടിക്കാൻ പാടാ. സുന്ദരി ചേച്ചിയുടെ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഈ വൈഗമ്മയുടെ എന്ന് വന്ന് കേറിയോ അന്ന് തുടങ്ങിയ കഷ്ടകാലോ. വൈക വന്നു കയറിയതൊന്നും അല്ലല്ലോ, നിന്റെ അങ്കിള് വലിച്ചു കയറ്റിയതല്ലേ. ഓ, എങ്ങനെയാലും കണക്ക് തന്നെ. ആ പ്രസവം കഴിഞ്ഞോടെങ്കിലും ശല്യം അവസാനിക്കുമെന്ന് കരുതിയതാ. ഇതിപ്പോ അതിലും വലിയ തലവേദനയായിട്ട് മാറിയിരിക്കുവോ. മനുഷ്യനൊരു സമാധാനം ഇല്ലാതെയായി. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ. ഭർത്താവിന്റെ അവിഹിത ബന്ധം, ഭാര്യ വീട് വിട്ടിറങ്ങിപ്പോയി അല്ലേ? ഇത് അവിഹിത ബന്ധം അല്ല സർ. അവൻ നേരത്തെ ഒരു വിവാഹം കഴിച്ചതാ. അത് പറയാതെയാ ഈ പറഞ്ഞ വൈകിയ വിവാഹം കഴിച്ചത്. ഓ, അങ്ങനെയാണെങ്കിൽ ഈ അവിഹിത ബന്ധം ഈ പറയുന്ന വൈകിയുമായിട്ടാണ്, ശരിയല്ലേ? ഞാനിങ്ങനെ പറയുന്നത് കൊണ്ട് മാഡത്തിന് ദേഷ്യമൊന്നും തോന്നരുത്.
നമ്മള് എല്ലാ വഴികളും ആലോചിക്കണമല്ലോ. ഇനിയിപ്പോ ഈ വൈഗയുടെ മിസ്സിങ്ങിന് പിന്നില് ഈ പറയുന്ന കാർത്തിക്കിന്റെ ആദ്യ ഭാര്യ ആയിരിക്കുമോ? ഒരിക്കലുമല്ല സർ. ആ കുട്ടി എപ്പോഴും എന്റെ മോൾക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടേ ഉള്ളൂ. അത് കൊള്ളാലോ. കാർത്തിക്കിന്റെ ആദ്യ ഭാര്യയും രണ്ടാമത്തെ ഭാര്യയും ഒറ്റക്കെട്ടാണ്. അപ്പൊ പിന്നെ ഈ കുട്ടി എന്തിനാ നാട് വിട്ടു പോയത്? നാട് വിട്ടു പോയതാണോ അല്ലയോന്നൊന്നും അറിയില്ലല്ലോ സർ. കാർത്തിക്കിന് അങ്ങനെ ഒരു ബന്ധമുണ്ടെന്നറിഞ്ഞ ഷോക്കില് അത് എങ്ങോട്ടെന്നില്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, അത്രേ ഉള്ളൂ. എന്റെ ചേട്ടാ, എങ്ങോട്ടൊന്നില്ലാതെ ഇറങ്ങി പോകുന്നതിനെയാ ഞങ്ങൾ നാട് വിട്ടു പോയി എന്ന് പറയുന്നത്. ഞങ്ങളുടെ ഭാഷയിൽ നാട് വിട്ടു പോയി എന്ന് പറയുമ്പോ അതിനർത്ഥം ഒരു ഫ്ലൈറ്റിൽ കയറി അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ പോയി എന്നുള്ളതല്ല, ട്രെയിനിൽ കയറി പോയി എന്നുള്ളതുമല്ല. നമ്മുടെ കൺവെട്ടത്ത് നിന്ന് മുങ്ങി, അത്രേ ഉള്ളൂ. അത് ചിലപ്പോ ഏതെങ്കിലും ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്കൊന്ന് മാറി നിന്നതാവാം. അങ്ങനെ എന്തെങ്കിലും. അവിടെയൊക്കെ അന്വേഷിച്ചായിരുന്നോ? മോള് പോവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ അന്വേഷിച്ചു. അവിടെ എങ്ങും ഇല്ല. വൈകമോൾക്കൊരു സുഹൃത്തുണ്ടായിരുന്നു. അയാളുടെ വീട്ടിൽ ചെന്നായിരുന്നു. സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോവാൻ അയാൾ നിർബന്ധിച്ചതുകൊണ്ടായിരിക്കും മോൾ അവിടുന്ന് ഇറങ്ങിപ്പോയത്. അത് ശരി, അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. തിരിച്ച് വീട്ടിലോട്ട് വന്നതുമില്ല. നിങ്ങള് അന്വേഷിക്കാവുന്നിടത്തൊക്കെ അന്വേഷിക്കുകയും ചെയ്തു. അപ്പൊ റൂട്ട് കറക്റ്റാ. ഇനി എന്തെങ്കിലും ഒരു തുമ്പുണ്ടാകണമെങ്കിൽ പോലീസ് ഇടപെട്ടേ മതിയാവും, അല്ലേ മാഡം? അതിനാണല്ലോ സർ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇടപെടും. ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് സമീപ പ്രദേശങ്ങളിലുള്ള ഹോട്ടലുകളിലും ലോഡ്ജ് മുറികളിലുമൊക്കെ ഒന്ന് നമുക്ക് ആളെ തപ്പണം. ഒരു പക്ഷേ കുഞ്ഞുമായി അവിടെയെങ്ങാനും ചെന്ന് റൂം എടുത്തിട്ടുണ്ടെങ്കിലോ? ശരിയല്ലേ? ശരിയാ സർ, അതിനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അതിനേക്കാൾ സാധ്യതയുള്ള വേറൊരു കാര്യം പറയാം. നിങ്ങളെ പേടിപ്പിക്കണ്ടെന്ന് കരുതി ഞാൻ പറയാതിരുന്നതാ. വേറെ ഒരു വഴിയും ഇല്ല എന്ന് തോന്നിയ നിമിഷത്തില് കുഞ്ഞുമായി ഈ ജീവിതം അങ്ങ് അവസാനിപ്പിക്കാന്നാ നിങ്ങൾ ഈ പറഞ്ഞ കുട്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിലോ? എന്താ മനോജ്? സാറേ, ആ ആക്സിഡന്റ് ആയ സ്കൂട്ടർ സ്റ്റേഷനിലേക്ക് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് ഓടിച്ചിരുന്ന ആളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടോ? ഓടിച്ച ആളെ കുറിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല. ചിലപ്പോ തട്ടിയിട്ട വണ്ടിക്കാർ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു കാണും. എന്തായാലും സ്കൂട്ടറിങ് എടുക്കുന്നതല്ലേ നല്ലത്? അതാ നല്ലത്. അങ്ങനെ തന്നെ ചെയ്യണം. സ്കൂട്ടറിങ് എടുത്തോ. ഓക്കെ. അപ്പോ നമ്മളെവിടെയാ പറഞ്ഞു നിർത്തിയത്? വൈഗയുടെയും കുഞ്ഞിന്റെയും ഡെഡ് ബോഡി അല്ലേ? അല്ലല്ല, നമ്മള് ഡെഡ് ബോഡിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നല്ലോ. ഒരു പക്ഷേ മരണത്തെക്കുറിച്ച് ചിന്തിച്ചായിരുന്നെങ്കിലോ? അതായിരുന്നു എന്റെ സംശയം. ഒരു സാധ്യതയില്ലാതില്ലല്ലോ. അല്ല, കുന്തം പോയാൽ കുടത്തിലും തപ്പണമെന്നാണല്ലോ പ്രമാണം. സർവ്വ സ്റ്റേഷനുകളിലേക്കും നമ്മൾ ഇപ്പൊ തന്നെ മെസ്സേജ് പാസ് ചെയ്യും. വിത്തിൻ 24 hours ഈ കുട്ടിയെ ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കും, ജീവനോടെയോ ജീവനില്ലാതെയോ. സർ. മനോജ്, ഇവരുടെ പരാതി കിട്ടിയായിരുന്നു? കിട്ടിയായിരുന്നു സർ. വൈഗ എന്ന് പറയുന്ന ആ കുട്ടിയുടെ ഫോട്ടോ വെച്ചുകൊണ്ട് എല്ലാ സ്റ്റേഷനുകളിലേക്കും മെസ്സേജ് പാസ് ചെയ്യണം. പിന്നെ എവിടെയെങ്കിലും ഒരു അജ്ഞാത മൃതദേഹം കണ്ടാൽ അപ്പൊ തന്നെ ഇവരെ ഇൻഫോം ചെയ്യണം. വിളിച്ച് ഐഡന്റിഫൈ ചെയ്ത് ബോഡി കൊടുക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. കൃഷ്ണ, നമുക്കിറങ്ങാം. മാഡം പൊയ്ക്കോ, ഒന്നുകൊണ്ടും പേടിക്കണ്ട. എന്തെങ്കിലും ഒരു തുമ്പുണ്ടാക്കി അപ്പോ ഞാൻ അറിയിച്ചേക്കാം. ചെല്ല, ധൈര്യമായിട്ട് പൊയ്ക്കോ.